നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ യൂട്യൂബ് രംഗത്തേക്ക് വന്നിട്ട് 5 വർഷമായി. എൻ്റെ ആദ്യ ചാനലിൻ്റെ പേര് സുനിൽ സുന്ദർ രാമൻ എന്നാണ്. അതിൽ നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് സഹകരണം തന്നിട്ടുണ്ട്. ഇത് ഒരു പുതിയ ചാനലാണ് ഞാൻ തുടങ്ങുന്നത്. 5ാമത്തെ വർഷത്തിൽ ഞാൻ യൂട്യൂബ് രംഗത്തേക്ക് വന്നിട്ട് 5ാമത്തെ വർഷത്തിൽ ഗുരുവര എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലുള്ള ഞാൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കുന്നത് പ്രേതബാധകളെ കുറിച്ചാണ്. ഞാൻ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണയാണ് ഞാൻ എൻ്റെ ആദ്യ ചാനലായ സുനിൽ സുന്ദർ രാമനിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് ആ ചാനലിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ അതിന് കുറച്ചുകൂടി ആ സംഭവങ്ങൾ തന്നെ കുറച്ചുകൂടി വ്യക്തമാകുന്ന വിധത്തിലാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മാന്ത്രികന്മാരും ഒരുപാട് മഹാരഥന്മാരും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹിന്ദു ആചാരങ്ങൾ പ്രകാരമുള്ള വിശേഷപ്പെട്ട ചില ക്ഷേത്രങ്ങൾ, ആചാര രീതികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ഈ ചാനൽ കൂടി ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യ ചാനലിൽ വിജയിപ്പിച്ചതുപോലെ ഇതും വളരെ ഭംഗിയായി ഈ ചാനലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും എനിക്ക് ആവശ്യമാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യ എപ്പിസോഡ് ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് മഹാമാന്ത്രികനെ കുറിച്ചാണ്. ഒരു മഹാമാന്ത്രികനുണ്ട് നമ്മുടെ പുരാണങ്ങളിലും എല്ലാമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് കടമുറ്റത്ത് കത്തനാരൻ. അപ്പം ഞാൻ കൈകാര്യം ചെയ്യുന്നതും ബാധകൾ, പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യം എൻ്റെ 2ാമത്തെ ചാനലിൽ ആദ്യമായി അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറയണം എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കിന്ന് ഒരുപാട് എല്ലാവർക്കും അറിയാം. കടമുറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞാൽ അത് ആരാണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു മഹാമാന്ത്രികനായിരുന്നതും അദ്ദേഹത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കഥാരൂപേണ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ അദ്ദേഹം എങ്ങനെ ഒരു മാന്ത്രികനായി മാറി, എവിടെ ജനിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹം ഒരു മഹാമാന്ത്രികനായി കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങളാണ് നമുക്കിന്ന് അധികമായും അറിയാൻ പറ്റുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ വളർച്ച, എങ്ങനെ അദ്ദേഹം ഒരു മാന്ത്രികനായി മാറി എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ കൂടിയാണ് അദ്ദേഹത്തും ഇങ്ങനൊരു മാന്ത്രികനായി മാറുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമായി പറയുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. മഹാമാന്ത്രികനായ കടമുറ്റത്ത് കത്തനാരെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച്. തിരുവിതാംകൂറിൽ കുന്നത്തുനാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ഉള്ളിലായിട്ട് കടമറ്റത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശം, ഒരു ഉൾപ്രദേശമാണ്. അവിടെ ഉള്ളവരെല്ലാം വളരെ പാവപ്പെട്ടവരാണ്. കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് ജീവിക്കുന്ന കൊച്ചു കൊച്ചു കുടിലിൽ ജീവിക്കുന്നവരാണ്. അവിടെ ഒരു കുടിലിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും, അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിനെ അവർ പൗലോസ് എന്ന് പേരിടുന്നു. കുഞ്ഞായതുകൊണ്ട് കൊച്ചു പൗലോസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പൗലോസിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃഷിപ്പണിയാണ്. പക്ഷെ അവിടെയൊന്നും അധികം അങ്ങനെ തൊഴിലൊന്നും കിട്ടാറില്ല. അങ്ങനെ ഇരിക്കവേ അവർക്ക് ദാരിദ്ര്യം കൂടുന്നു. ഇവർക്കെന്ന് മാത്രമല്ല, അടുത്ത് താമസിക്കുന്ന എല്ലാവർക്കും എല്ലാം കൊച്ചു കുടിലുകളിലാണ് താമസിക്കുന്നത്. അവർക്കെല്ലാം ഇങ്ങനെ ദാരിദ്ര്യം കൂടുന്നു. അതുപോലെ തന്നെ ഈ കൊച്ചു പൗലോസ് വളർന്ന് ഒരു 10-12 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവർ തൊഴിലിനൊന്നും പോകാൻ പറ്റാത്ത വിധം രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ കുറവ് തന്നെയാണ്. ജോലിയില്ലാത്തതുകൊണ്ട് ആഹാരമില്ല. അങ്ങനെ രോഗം പിടിച്ച് ആദ്യം അച്ഛനും അതിൻ്റെ പുറകെ അമ്മയും മരണപ്പെടുന്നു. മറ്റു ബന്ധുക്കളൊന്നും ആ പരിസരത്തില്ലാത്തത് കൊണ്ട് കൊച്ചു പൗലോസ് ഒറ്റപ്പെട്ടു പോയി. ആരുമില്ല. ഒരു കൊച്ചു കുടിലിൽ അവൻ ഒറ്റയ്ക്കായി. അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം അവൻ എങ്ങോട്ട് പോകണമെന്നറിയില്ല. വിദ്യാഭ്യാസമൊക്കെ ഒരു പരുവം ആയി വന്നപ്പോഴത്തേക്ക് തന്നെ അച്ഛനും അമ്മയും മരിച്ചു പോയത് കാരണം അവന് വിദ്യാഭ്യാസമൊന്നും തുടർന്ന് നടത്താനൊന്നും പറ്റിയില്ല. അങ്ങനെ വളരെ വിഷമിച്ചു. ആ കുടിലിൽ ഇനി ഇരുന്നിട്ട് കാര്യമില്ല, എങ്ങോട്ടെങ്കിലും പോകാം. പട്ടിണി കിടന്ന് അവനൊരു കോലമായി. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി നേരെ നടക്കുകയാണ്. നടന്ന് ഏകദേശം കടമുറ്റം ആ ദേശം വിട്ടില്ല. വരുമ്പോഴത്തേക്ക് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അവൻ വന്ന് നിന്നിട്ട് ആ കുരിശുരൂപത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് അവൻ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, ബന്ധുക്കൾ ആരുമില്ല, കഴിക്കാൻ ആഹാരമില്ല, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊച്ചു പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ കപ്പ്യാർ കേട്ടു. അദ്ദേഹം
ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വിഷമം തോന്നി. അപ്പം അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പള്ളിയിലെ കത്തനാരാണ്. അതിനോടൊപ്പം അദ്ദേഹത്തിന് ഒരുപാട് കന്നുകാലികളുണ്ട്, പശുക്കൾ. അതിനെയൊക്കെ മേയ്ക്കാനായിട്ട് കുറച്ച് ജോലിക്കാരുണ്ട്. അവരുടെയൊക്കെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പശുക്കൾ വളർത്തുന്നത് തന്നെ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി. അപ്പോൾ ഈ കൊച്ചു പൗലോസ് ഇങ്ങനെ വന്ന് വളരെ വിഷമത്തോടു കൂടി പ്രാർത്ഥിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ദുഃഖം തോന്നി. ഒരു കൊച്ചു പയ്യൻ, അവൻ്റെ അച്ഛനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, അവന് ജീവിക്കാൻ നിവൃത്തിയില്ല, അവൻ വിശന്ന് നിൽക്കുകയാണ്, അവനെ സഹായിക്കണമെന്ന് ഇദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം നേരെ വന്നു കൊച്ചു പൗലോസിനോട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വിശദമായിട്ടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു, മനസ്സിലാക്കി. പൗലോസ് എല്ലാ കാര്യവും പറഞ്ഞു. അവൻ്റെ മുഖത്ത്, കൊച്ചു പൗലോസിൻ്റെ മുഖത്ത് ഒരു വല്ലാത്ത ദയനീയ ഭാവമുണ്ട്. ഒരു വാത്സല്യമിൽ ആർക്കും പെട്ടെന്ന് പുള്ളിയിലേക്കൊരു ഒരു ഒരു അനുകമ്പ തോന്നും, വാത്സല്യം തോന്നുന്ന വിധത്തിൽ. അതേ കണക്ക് ഈ കത്തനാർക്കും തോന്നി. അദ്ദേഹം അവനെ കൂട്ടി പള്ളിക്കകത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് കൊണ്ടിരുത്തി ആഹാരമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്ക്, ഇവിടെ നിന്ന് പഠിക്ക്, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ പൗലോസിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാര്യം അത് വേറെ പോകാനൊന്നും ആരുമില്ല. സമ്മതിച്ചു, അവിടെ നിന്നു. അദ്ദേഹം അവനെ വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം അവനെ മലയാളവും സുറിയാനി എന്ന് പറയുന്ന 2 ഭാഷ പഠിപ്പിക്കാൻ വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞു. വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ നേരെ പള്ളിയിലെ എൻ്റെ അടുത്ത് വന്നു. വളരെ സന്തോഷത്തോടി അവനും അവൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഈ കത്തനാരെ കണ്ടത്. കത്തനാരും സ്വന്തം മകനെ പോലെ കണ്ട് അവരവിടെ അങ്ങനെ സന്തോഷമായി കഴിയുന്നു. അങ്ങനെ പൗലോസ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പള്ളിയിൽ തന്നെ ശൊമ്മാശു എന്നൊരു പട്ടമുണ്ട്. അതൊരു സ്ഥാനമാണ് ഈ കത്തനാര് കഴിഞ്ഞിട്ട് വരുന്ന. ആ സ്ഥാനത്തേക്ക് ഈ പൗലോസിനെ നിയമിച്ചു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം രാവിലെ പശുക്കൾ നേരെ കാട്ടിലേക്ക് പോകുന്നു, ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും, അതിനെ കറന്നിട്ട് വീണ്ടും പോകുന്നു, വൈകിട്ട് ഇത് തിരിച്ചു വരുന്നു. അങ്ങനെ ജോലിക്കാരൊക്കെ കൂട്ടത്തിലുണ്ടാകും. അങ്ങനെ ഒരു ദിവസം ഈ പശുക്കളെല്ലാം കാട്ടിലേക്ക് പോയി. സന്ധ്യയോടടുപ്പിച്ച് അത് തിരിച്ചു വരുന്ന സമയത്തിന് ഒരു കടുവ നേരെ ഈ പശുക്കളുടെ നേരെ ചാടി വീണു. അങ്ങനെ ഈ പശുക്കളെല്ലാം പല ഭാഗത്തേക്ക് ഓടി. ജോലിക്കാർ ഓടി. അവരെല്ലാവരും കൂടെ നേരെ പള്ളിയിലേക്ക് വന്നിട്ട് കത്തനാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കടുവ വന്നു, പശുക്കളെല്ലാം എങ്ങോ ഓടിപ്പോയി, ഞങ്ങൾ ജീവനും കൂടെ ഓടി വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കവേ ഈ പശുക്കളെല്ലാം നേരെ ഏതൊക്കെയോ വഴിക്ക് ഓടി അവർ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിട്ട് നേരെ ഈ പള്ളിയിലേക്ക് തന്നെ വന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു പശുവിനെ കാണാനില്ല. അപ്പോൾ ഈ പശുവിനെ കടുവ പിടിച്ചു എന്ന് എല്ലാവരും തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു പശുവിനെ അന്വേഷിച്ചിട്ട് സന്ധ്യയായി വരുന്നതേ ഉള്ളൂ, ഇവരെല്ലാവരും നേരെ കാട്ടിലേക്ക് കയറി. ജോലിക്കാരും ഈ കൊച്ചു പൗലോസുമായിട്ട് നേരെ കാട്ടിലേക്ക് കയറി അന്വേഷിച്ച് ഇങ്ങനെ പോയി. അങ്ങനെ ഈ പശുവിനെ കാണാൻ പറ്റുന്നില്ല. നേരം ഇരുട്ടി വരുന്നു. എന്തായാലും തെരച്ചിൽ നിർത്തിയിട്ട് അവരെല്ലാവരും, ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെല്ലാം നേരെ വന്നു. ഈ പശുവിനെ കടുവ പിടിച്ചു എന്നുള്ള തീരുമാനത്തോടുകൂടി വന്നു. പക്ഷേ തിരിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ പൗലോസിനെ കാണാനില്ല. അവർ തിരയാവുന്നിടത്തൊക്കെ തിരിഞ്ഞു നോക്കി. പക്ഷേ പൗലോസിനെ കുറിച്ച് യാതൊരു വിവരവും അവർക്ക് കിട്ടിയില്ല. അവർ നേരെ ഓടി പള്ളിയിലേക്ക് വന്നിട്ട് കത്തനാരോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു പോയി, പശുവിനെ കിട്ടിയില്ല, അതിനെ കടുവ പിടിച്ചു, ഉറപ്പ് തന്നെയാണ്, പക്ഷെ പൗലോസിനെ കാണാനില്ല. അപ്പോഴത്തേക്കും സന്ധ്യ കഴിഞ്ഞു, ഇരുട്ട് തുടങ്ങി. എല്ലാവരും കൂടി പറഞ്ഞു, എന്തായാലും ഒരു കാര്യം, നമുക്ക് രാവിലെ അന്വേഷിച്ച് പോകാം, ഇനിയിപ്പം രാത്രിയാണ്, പോയിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ എല്ലാവരും കൂടി രാവിലെ പോയി പൗലോസിനെ അന്വേഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി രാത്രി ആർക്കും ഉറക്കമില്ല. കത്തനാരാണെങ്കിൽ കരഞ്ഞ് തന്നെ നേരം വെളുപ്പിച്ചു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി നേരെ കാട്ടിലേക്ക് പോയി അവിടെ എല്ലാം അന്വേഷിച്ചു. ഒരിടത്തും പൗലോസിനെ കാണാനില്ല. എല്ലാവരും തീരുമാനിച്ചു പൗലോസിനെയും കടുവ പിടിച്ചു. തിരിച്ചു നേരെ പള്ളിമേടയിലേക്ക് വന്നു. കത്തനാരോട് പറഞ്ഞു, കാണാനില്ല, പൗലോസിനെ കടുവ പിടിച്ചതായിരിക്കാം എന്ന് കത്തനാരും തീരുമാനിക്കുന്നു. അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി ദുഃഖത്തോടുകൂടി പിന്നീടുള്ള ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. കാര്യം സ്വന്തം മകനെ പോലെ കരുതിയിരുന്ന പൗലോസ്, അവൻ്റെ ഒരു ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. കാര്യം ഒരു സ്വാഭാവിക മരണമല്ല സംഭവിച്ചത്, കടുവ പിടിച്ചുകൊണ്ട് പോയതാണ്. എന്തായാലും അദ്ദേഹം വളരെ ദുഃഖിതനായി അങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോൾ എന്താണ് പൗലോസിന് സംഭവിച്ചത്? ഈ ആൾക്കാരെല്ലാവരും കൂടിയിട്ട് ഈ പശുവിനെ ഇങ്ങനെ അന്വേഷിച്ച് പോകണം. പലരും പല ഭാഗത്തേക്ക് പോയി. അങ്ങനെ പൗലോസ് ഒറ്റപ്പെട്ടിങ്ങനെ പോവുകയാണ്. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇരുട്ടി. പശുവിനെ കാണാനില്ല, കൂട്ടത്തിലുള്ളവരെയും കാണാനില്ല. അപ്പോഴത്തേക്ക് മനസ്സിലായി, ഞാൻ ഒറ്റപ്പെട്ട് പോയി എന്നുള്ള കാര്യം. ചെറിയ ഒരു വെട്ടമുണ്ട്, നിലാവ്, അതിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ഏത് ദിശയാണെന്നൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കൂരിരുട്ടായി, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ പൗലോസ് ഒരിടത്ത് ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. നിന്നപ്പോൾ ഒരു മിന്നൽ, ഈ മിന്നലിൽ പൗലോസ് നോക്കുമ്പോൾ ദൂരെയായിട്ടൊരു ഗുഹ കാണുന്നുണ്ട്. നേരെ ഇവർ തപ്പി നടന്ന് ആ ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ അരണ്ട വെളിച്ചമാണ് ഗുഹയ്ക്കകത്തു നിന്നും വരുന്നത്.
പിന്നെ അവിടെ ഇരുന്നിട്ട് വിചാരിച്ചു നേരം വെളുത്തിട്ട് ഇവിടെ നിന്ന് പോകാം. ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റുന്നില്ല. നന്നായി പേടിച്ചു പൗലോസ്. അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു അജാനുബാഹുവായിട്ടുള്ളൊരു മനുഷ്യൻ നേരെ അവിടെ വന്നിട്ട്, മനുഷ്യൻ എന്ന് വെച്ചാൽ അയാൾക്ക് വസ്ത്രമൊന്നുമില്ല, കണ്ടാലൊരു രാക്ഷസനെ പോലെ ഇരിക്കുന്നു, നല്ല ആരോഗ്യമുള്ള ഒരാൾ. നേരെ വന്നിട്ട് ഈ പൗലോസിനെ പൊക്കി തോളിലങ്ങ് കയറ്റി നേരെ ഈ ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പൗലോസ് കിടന്ന് നന്നായിട്ട് പെടയ്ക്കുന്നുണ്ട്. രക്ഷപ്പെടാനുള്ള സകല മാർഗങ്ങളും നോക്കി നല്ല രീതിയിൽ അവൻ ആരോഗ്യമൊക്കെ പ്രയോഗിച്ച് നോക്കിയിട്ട് ഇയാളടുത്തൊന്നും നടക്കുന്നില്ല. കാര്യം പൗലോസിൻ്റെ 4-5 ഇരട്ടി വലിപ്പമുണ്ട്. അതായത് സാധാരണ ഒരു മനുഷ്യനേക്കാളും വലിപ്പമുള്ള ഒരു രാക്ഷസൻ എന്ന് പറയാം, അതുപോലെ ഇരിക്കുന്നു. നേരെ എടുത്ത് അതിനകത്തേക്ക് ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ഗുഹയുടെ ഉൾഭാഗത്തെത്തി. അവിടെ കുറച്ച് പന്തമൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇയാളെപ്പോലുള്ള ഇത്രയും അജാനുബാഹുക്കളായിട്ട് കുറേ ആൾക്കാരിങ്ങനെ കൂടിയിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ നേതാവാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരാൾ ഇരിപ്പുണ്ട്. അയാൾ ഇവരും തമ്മിലിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്ന് ഈ പൗലോസിനെ കൊണ്ട് ഇദ്ദേഹം അവിടെ വന്നിട്ട് ഈ പൗലോസിനെ അവിടെ നിർത്തി, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ഇവനെ ഗുഹയുടെ മുന്നിൽ നിന്നും കിട്ടിയതാണ്, ഇവനെ ഞങ്ങളെല്ലാവരും കൂടി ആഹാരമാക്കിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കാണ് പൗലോസിന് മനസ്സിലാകുന്നത് ഇത് നരഭോജികളായിരുന്നു എന്നുള്ള കാര്യം. മലയരയന്മാരെന്ന് പറയുന്നൊരു വർഗത്തിൽപ്പെട്ട നരഭോജികളായിരുന്നു അവർ. പൗലോസ് ആകെ വിഷമിച്ചു. അപ്പം ഈ നേതാവെന്ന് പറഞ്ഞ ആള് പൗലോസിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവനൊരു ദൈന്യത ഭാവം കണ്ടപ്പോൾ അവനിൽ അവൻ്റെ മുഖത്ത് എപ്പോഴും നിഷ്കളങ്കതയാണ്. അദ്ദേഹത്തിന് ഇവനോടൊരു വാത്സല്യം തോന്നി. എന്തായാലും തൽക്കാലം അവനെ കൊല്ലണ്ടെന്ന് അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇന്നിപ്പോൾ അവനെ ഒന്നും ചെയ്യണ്ട, അവനിവിടെ നിൽക്കട്ടെ, ഞാൻ അവനോട്ടൊന്ന് സംസാരിച്ചതിന് ശേഷം, നേരം വെളുത്തതിന് ശേഷം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അവനെ ഭക്ഷണമാക്കാം. എന്തായാലും രാവിലെ തീരുമാനിക്കാം, നിങ്ങളെല്ലാവരും പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുന്നു. നേതാവാണ്, പറഞ്ഞാൽ അക്ഷരം പ്രതി അവരത് അനുസരിക്കുന്നുണ്ട്. അവർ നേരെ എല്ലാവരും അവരവരുടെ ആ ഭാഗങ്ങളിലേക്ക് അവരങ്ങ് മാറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ പൗലോസും ഈ നേതാവും മാത്രമായി. അപ്പോൾ അവിടെ ഉള്ള ആർക്കും വസ്ത്രമില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പൗലോസിനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? പൗലോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി, അതിന് ഞാൻ പുറപ്പെട്ടപ്പോൾ അവിടെയുള്ള പള്ളിയിലെ കത്തനാരാണ് എന്നെ രക്ഷിച്ചത്. അദ്ദേഹം എന്നെ സ്വന്തം മകനെ പോലെയാണ് നോക്കിയിരുന്നത്. എനിക്കും അദ്ദേഹത്തിന് പിതാവിൻ്റെ അടുത്തുള്ള അതേ വാത്സല്യവും സ്നേഹവും ബഹുമാനവും തന്നെയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി, ഈ പശുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അങ്ങനെ ഒറ്റപ്പെട്ട് വന്നു പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അദ്ദേഹവും പറഞ്ഞു, നിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നിന്നെ അവർക്ക് ഭക്ഷണമാക്കാൻ സമ്മതിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എന്തായാലും നിന്നെ ഞാൻ രക്ഷിക്കാം. ഇവിടെ നിന്നും നിനക്ക് പുറത്തു പോകാൻ സാധിക്കില്ല. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നിനക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ നീ ഇവിടെ നിന്നോളൂ. ഇവിടെ നിന്നും ഒരിക്കലും നിനക്കിനി പുറത്തു പോകാൻ സാധിക്കില്ല. ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നിന്നാൽ നിനക്ക് ഇവിടെ തന്നെ ജീവിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ അവർ നിന്നെ ആഹാരമാക്കും. എൻ്റെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കില്ല. അല്ലെങ്കിൽ നീ ഇവിടെ നിൽക്കുക, നിനക്ക് ഞാൻ മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, ഇതൊക്കെ എനിക്കറിയാവുന്ന വിദ്യകളാണ്, ഇതെല്ലാം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇവിടെ നിന്ന് പഠിക്കുക. ഇനി എന്തായാലും പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ മലയരയൻ എന്ന് പറയുന്നൊരു വിഭാഗത്തിൽപ്പെട്ടവരാണ്, നരഭോജികളാണ്. ഞങ്ങളുടെ രഹസ്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ വരുന്നവരാരെയും ഞങ്ങൾ പുറത്ത് വിടാറില്ല. അവരെ ഞങ്ങൾ ഭക്ഷണമാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിന്റെ അടുത്തുള്ളൊരു വാത്സല്യം, നിന്നെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ നിന്നെ കൊന്നു തിന്നുവാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പറയുന്നു, നീ ഇവിടെ നിൽക്കാമെങ്കിൽ നിന്നോളൂ, ഇല്ലെങ്കിൽ നേരം വിളിക്കുമ്പോൾ അവർ നിന്നെ ഭക്ഷണമാക്കും. എന്ത് വേണമെന്ന് തീരുമാനിച്ചു പറയാനായിട്ട് പൗലോസിനോട് നേതാവ് പറയുന്നു. പൗലോസ് ഒരു നിമിഷം ചിന്തിച്ചു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത സൂര്യോദയം എനിക്ക് കാണാൻ പറ്റില്ല, അവരെല്ലാവരും കൂടി എന്നെ ഭക്ഷണമാക്കും. പക്ഷേ ഞാനിവിടെ നിൽക്കാം, അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് ഏതെങ്കിലും ഒരു സമയത്തിന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴി കാണിച്ചു തന്നാലോ, എനിക്ക് തിരിച്ച് എൻ്റെ പിതാമഹനായ കത്തനാരടുത്തേക്ക് പോകാം. എന്തായാലും സമ്മതിക്കുന്നതാണ് ബുദ്ധി, ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നിന്നുകൊള്ളാമെന്ന് സമ്മതിക്കുന്നതാണ് ബുദ്ധി എന്ന് തോന്നിയിട്ട് അദ്ദേഹം സമ്മതിക്കുന്നു. ഈ നേതാവിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ആ വസ്ത്രം പാടില്ല, വസ്ത്രമെല്ലാം ഊരിയിട്ട് തൊട്ടടുത്തുള്ളൊരു പൊത്തിലേക്ക് ഒളിച്ചല്ല, അവിടെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചു. കാരണം എന്നെങ്കിലും രക്ഷപ്പെടാനൊരു വഴി കിട്ടിയാലോ, വസ്ത്രം കൊടുക്കാതെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ, അന്നത്തേക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം നശിച്ചു പോകാത്ത വിധത്തിൽ അദ്ദേഹം ആ പൊത്തിൽ അതിനെ സൂക്ഷിച്ചു വെച്ചു.
അങ്ങനെ 12 വർഷം കഴിഞ്ഞു. 12 വർഷം കൊണ്ട് മന്ത്രവാദം, ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, ഇദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ വിദ്യകളും പൗലോസിനെ പഠിപ്പിച്ചെടുത്തു. പക്ഷേ ഈ കൂട്ടത്തിലുള്ള മറ്റുള്ളവർക്കും ഏകദേശം വിദ്യകൾ ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 12 വർഷം കഴിഞ്ഞു. ആ വിദ്യകളെല്ലാം പഠിച്ചു, നല്ല രീതിയിൽ തന്നെ പഠിച്ചു, നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യും. കൺകെട്ട് വിദ്യ ഉൾപ്പെടെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പൗലോസ് പഠിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഈ പൗലോസിൻ്റെ ഒരു ദുഃഖം ആ മുഖത്ത് കാണാൻ സാധിക്കും. ഒരു ദിവസം ഈ നേതാവ് എന്ന് പറയുന്ന പൗലോസിൻ്റെ ഗുരു അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, പൗലോസിനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ മുഖത്ത് ഇപ്പോഴും ഒരു ദുഃഖമാണല്ലോ, നിനക്ക് ഇത്രയും ഇവിടെ സൗകര്യങ്ങളുണ്ടായി വിദ്യകളെല്ലാം പഠിച്ചിട്ടും ഒരു സന്തോഷം നിൻ്റെ മുഖത്തുണ്ടാകുന്നില്ല, എന്താണ്, എന്നോട് തുറന്നു പറയൂ. അപ്പോഴത്തേ പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനും അമ്മയും മരിച്ചു പോയതിന് ശേഷം എൻ്റെ പിതാമഹനായി ഞാൻ കണ്ടിരുന്നത് കത്തനാരെയാണ്. അദ്ദേഹം ഇപ്പോൾ എന്താണ് അവസ്ഥയെന്നറിയില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയോ, എന്നെ കാണാതെ വിഷമിച്ച് രോഗാവസ്ഥയിലേക്ക് പോയോ, അദ്ദേഹത്തിന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഒന്നും അറിയില്ല. അത് ആലോചിച്ചാണ് എനിക്ക് വിഷമം. ഇപ്പോൾ അത് മാത്രമല്ല, അങ്ങും എൻ്റെ ഗുരുനാഥനും എന്നെ സ്വന്തം മകനെ പോലെ കരുതി കണ്ട ഒരാളാണ്. ഞാൻ എൻ്റെ കത്തനാരുടെ അടുത്തേക്ക് പോയാൽ അങ്ങേ എനിക്ക് പിരിയേണ്ടി വരും. അങ്ങയുടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ കത്തനാരെയും കാണാൻ പറ്റുന്നില്ല. ഇതെനിക്കൊരു വല്ലാത്തൊരു വിഷമത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകുന്നതേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുരുനാഥൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ ഇവിടെയല്ല നിൽക്കേണ്ടത്, നീ കത്തനാരുടെ അടുത്തേക്ക് പോകണം. പക്ഷെ അതിന് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നിനക്ക് പോകാൻ സാധിക്കില്ല, നിന്നെ പറഞ്ഞു വിടാനും എനിക്ക് സാധിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തന്ന വിദ്യകൾ വെച്ചിട്ട് ഇവിടെ ഉള്ളവരുടെ കണ്ണ് കെട്ടിക്കൊണ്ട് നിനക്ക് പോകാമെങ്കിൽ നീ രക്ഷപ്പെട്ടോളൂ. ഇല്ല, അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ എന്നോട് പോലും ആലോചിക്കാതെ ആ നിമിഷം അവർ നിന്നെ കൊല്ലുകയും അവർ ഭക്ഷണമാക്കുകയും ചെയ്യും. കഴിവുണ്ടെങ്കിൽ, നിന്നെപ്പോലെ വിദ്യ പഠിച്ചവരാണ്, അവരിൽ നിന്നും രക്ഷപ്പെട്ട് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പൊയ്ക്കൊള്ളൂ, ഞാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു. പൗലോസിന് സന്തോഷമായി. പിന്നെ അവൻ അതിനുള്ള മാർഗങ്ങൾ, എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള മാർഗങ്ങൾ അവൻ ആലോചിച്ചു. ഇദ്ദേഹം മന്ത്രവാദം, മഹേന്ദ്രജാലം, ഇന്ദ്രജാലം, കൺകെട്ട് വിദ്യ, അങ്ങനെ ഏകദേശം വേണ്ടുന്ന എല്ലാ വിദ്യകളും പൗലോസിനെ പഠിപ്പിച്ചിരുന്നു. മറ്റുള്ളവരെ പഠിപ്പിച്ചതിനേക്കാളേറെ വിദ്യകളാണ് പൗലോസിന് അദ്ദേഹം പകർന്നു കൊടുത്തത്. എന്തായാലും ഒരു അവസരം വന്നപ്പോൾ പൗലോസ് അവരെ എല്ലാവരെയും മയക്കിക്കിടത്തിയതിന് ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ആ രക്ഷപ്പെടുന്ന സമയത്തിന് ഈ സൂക്ഷിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങൾ അത് കീറിപ്പറഞ്ഞൊക്കെ പോയെങ്കിലും നാണം മറയ്ക്കാൻ അത് മതിയായിരുന്നു. അതും എടുത്ത് ഉടുത്തുകൊണ്ട് പൗലോസ് അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നും ഈ മയങ്ങിക്കിടന്നവരെല്ലാം പിന്നീട് പെട്ടെന്ന് തന്നെ, അവരും ഇത്രയും ശക്തിയുള്ളവരാണല്ലോ, അവർ വളരെ പെട്ടെന്ന് തന്നെ ബോധാവസ്ഥയിലേക്ക് വരികയും പൗലോസ് രക്ഷപ്പെട്ടെന്നറിഞ്ഞപ്പോൾ പുറകെ പാഞ്ഞു പോവുകയൊക്കെ ചെയ്തു. പക്ഷേ പൗലോസിൻ്റെ ആ ഇന്ദ്രജാലം, മഹേന്ദ്രജാലമൊക്കെ നന്നായി ഉപയോഗിച്ച് അവരിൽ നിന്നുമൊക്കെ അവരുടെ എല്ലാം കണ്ണ് മറച്ചുകൊണ്ട് നാട്ടിലേക്ക് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും പൗലോസ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. മഹാമാന്ത്രികനായതിനു ശേഷം അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ടു, നേരെ കുന്നത്ത് നാട്ടിലേക്ക് വരികയാണ്. കുന്നത്ത് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് നന്നായി വിശക്കുന്നുണ്ട്, ആഹാരം കഴിച്ചിട്ടില്ല. ഓടിയും വിയർത്തും വിശന്നും ഒക്കെ വളരെ ക്ഷീണിതനായി. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ രാത്രിയോ ആയപ്പോഴത്തേക്കാണ് കുന്നത്ത് നാടെത്തിയത്. നോക്കുമ്പോൾ ഒരു കൊച്ചു കുടിൽ കണ്ടു. കുടിലിൽ ഒരു ചെറിയ ഒരു പ്രകാശം. അദ്ദേഹം നേരെ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെന്നപ്പോൾ കണ്ടതൊരു വൃദ്ധയായ ഒരു അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. ചോദിച്ചു, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് ചോദിച്ചു. അമ്മ വളരെ വിഷമത്തോട് പറഞ്ഞു, ഞാനും ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി, 1 മണി അരി പോലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൗലോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമ, അമ്മ അരിയിട്ട് വയ്ക്കുന്ന പാത്രത്തിൽ നോക്കൂ, 1 മണി അരിയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കൂ എന്ന് പറഞ്ഞു. അമ്മ വിചാരിച്ചു, അപ്പം പൗലോസിന്റെ വേഷവും രൂപവും ഒക്കെ കണ്ടപ്പോൾ ഒരു ഭ്രാന്തന്റെ ലക്ഷണമാണ്. അമ്മ വിചാരിച്ചു ഏതോ ഭ്രാന്തനാണ് എന്ന് വിചാരിച്ചിട്ട് എന്തായാലും എടുത്തു കൊടുക്കുക. അങ്ങനെ പോയി നോക്കുമ്പോൾ 2-3 അരിമണി അതിനകത്തുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 അരിമണി എടുത്തു കൊണ്ടുവന്നു പൗലോസിന്റെ കയ്യിൽ കൊടുത്തു. പൗലോസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അമ്മ ചോറ് വയ്ക്കുന്ന പാത്രത്തിൽ വെള്ളം വെച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ പറഞ്ഞു. അപ്പോഴും അമ്മയുടെ മനസ്സിൽ പോയത്, ഇതൊരു ഭ്രാന്തനല്ലേ, എന്തായാലും അംഗീകരിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് പാത്രം വെച്ചിട്ട് വെള്ളം വെച്ച് ഇങ്ങനെ തീ കത്തിച്ചു. വെള്ളം ചൂടായി, അത് തിളച്ച് മറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഈ 1 അരിമണി എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടു. നിമിഷം കൊണ്ട് ഇത് കലം നിറച്ച് ചോറായി, നല്ല നല്ല ചോറായിട്ട് വന്നു. അത്ഭുതപ്പെട്ടു പോയി ഈ അമ്മ. പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന ബാക്കി എന്തൊക്കെ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കി ഈ പൗലോസും അമ്മയും കൂടി ആ ചോറ് അത്രയും രുചിയോടുകൂടി കഴിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്.
അതായത് കടമുറ്റത്ത് കത്തനാരുടെ ആദ്യ ഇന്ദ്രജാലമായിരുന്നു അത്. ആഹാരമൊക്കെ കഴിച്ചു. അവിടെ നേരെ അദ്ദേഹം യാത്രയായി നേരെ കടമുറ്റത്ത് പള്ളിയിലേക്ക് വന്നു. പള്ളിയിൽ വന്ന് വാതിലിൽ തട്ടി. കത്തനാർ അവിടെ ഉണ്ടായിരുന്നു. വളരെ വൃദ്ധനായി അവശനായി അദ്ദേഹം ഒന്ന് വാതിൽ തുറന്നപ്പോൾ അദ്ദേഹത്തിന് ആദ്യം പൗലോസിനെ മനസ്സിലായില്ല. അദ്ദേഹം ചോദിച്ചു, പൗലോസ് ചോദിച്ചു, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അങ്ങയുടെ കൊച്ചു പൗലോസാണെന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധൻ ഇതുപോലൊരു സന്തോഷമില്ലായിരുന്നു. കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു. സന്തോഷമായി രണ്ടുപേർക്കും, അച്ഛനും മകനും സന്തോഷമായി. അടുത്ത ദിവസം തന്നെ ആ പള്ളിയിലെ കത്തനാർ പട്ടം ഈ കൊച്ചു പൗലോസിന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം കടമുറ്റത്ത് കത്തനാരായിട്ട് മാറിയത്. ആ പള്ളി അതിന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്ഭുതങ്ങളുടെ കലവറയായി കടമുറ്റത്ത് പള്ളി ഇന്നും അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോകാം, സന്ദർശനങ്ങൾ നടത്താം. അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കടമുറ്റത്ത് കത്തനാരുടെ ജീവിത ചരിത്രം. കടമുറ്റത്ത് കത്തനാരുടെ ജനനവും അദ്ദേഹം എങ്ങനെ ഒരു മഹാമാന്ത്രികനായി എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ചരിത്ര സംഭവമാണത്. അദ്ദേഹത്തിനെ പോലെ മഹാമാന്ത്രികനായിട്ടുള്ള ഒരാൾ ഭൂമിയിൽ ജനിച്ചിട്ടേയില്ല എന്ന് തന്നെ പറയാം. അത്രയേറെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള, അതിശയങ്ങൾ കാണിച്ചിട്ടുള്ള, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു മഹാമാന്ത്രികനാണ്. പക്ഷെ അദ്ദേഹവും കൈകാര്യം ചെയ്തിരുന്നത് മന്ത്രവാദം, മഹേന്ദ്രജാലം, ഇന്ദ്രജാലം, കൺകെട്ടുവിദ്യ, ഇതുപോലുള്ള വിദ്യകളായിരുന്നു. അദ്ദേഹത്തിനെ പോലെ ഒരാൾ ഇനി ജനിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവകഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു അറിവായി മാറട്ടെ. എൻ്റെ ചാനൽ കൂടി ഇതുപോലുള്ള സംഭവകഥകളും, മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കൂടിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ എൻ്റെ ആദ്യത്തെ ചാനലായ സുനിൽ സുന്ദർ രാമൻ എന്ന ചാനലിൽ ഒരുപാട് സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഈ ചാനലിൽ തന്നെ ആ സംഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ സംഭവങ്ങളൊക്കെ ഞാൻ അവതരിപ്പിക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾ വിളിച്ചോളൂ. നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ മറ്റെന്തെങ്കിലും വിധ ദോഷങ്ങളുണ്ട്, അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെയാണ് വിളിക്കേണ്ടത്. വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.